ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ആയിറവും പാണ്ഡ്യനും നമ്മളും തീർത്ഥയും കൂടിയിട്ട് ബഹലയിലുള്ള കോട്ടയിലേക്കുള്ള പോക്കാണ്. ബഹല ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതാ നമ്മൾ കയറി പോവുകയാണ്. ഐറു ആണെങ്കിൽ നിലത്തെ കീയാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തില്ല. ഐറിനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മളിതാ കോട്ടൻ്റെ കവാടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇവിടെ ഒരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. വിദേശികൾക്ക് 2.5 പെർ പേഴ്സൺ വേണം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. നമ്മുടെ നാട്ടിലെ കണ്ണൂർ കോട്ടയിലുള്ള പോലെ തന്നെയാണ് ഒരു നല്ല അടിപൊളി വ്യൂസും എല്ലാം അടിപൊളി രസമുള്ളൊരു കോട്ടയാണിത്. ഉള്ളിലോട്ടേക്ക് നമ്മൾ കയറി പോവുകയാണ്. ഇതാണ് ഏകദേശം കോട്ടൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് തോന്നിയത് ഒരു കണ്ണൂർ കോട്ടയും ബേക്കൽ കോട്ടയും നമ്മളെ നാട്ടിലുള്ള ഏകദേശം കോട്ടകളെ പോലെ തന്നെയാണ് ഇവിടെയുള്ളത്. കുറേ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനായതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഇപ്പം പുതിയ രീതിക്ക് കല്ല് സിമെൻറ്റൊക്കെ തേച്ച് ഒട്ടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇതിങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങിയാണ്. കറങ്ങിയാലും തീരാത്തൊരു കോട്ട തന്നെയാണ് ഇതുള്ളത്. കാരണം കറങ്ങി നമ്മൾ ഏകദേശം ഒരുപാട് കറങ്ങിപ്പോയി. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും തന്നെ തിരിയൂല. ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് നമ്മൾ കയറി പിന്നെ ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ച് പോകാന്നുള്ള രീതിക്ക് കയറിയതായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പോരാ. ഏകദേശം നമ്മൾ 2 മണിക്കൂറിനടുത്ത് ഈ കോട്ടൻ്റെ ഉള്ളിൽ തന്നെ ചിലവഴിച്ചതല്ല, നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് എല്ലാം കണ്ട് വരുമ്പോഴത്തേക്ക് 2 മണിക്കൂറായി മിക്ക. അങ്ങനെയാണ് അവസ്ഥ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒമാനിലത്തെ വളരെ പിന്നെ അവിടുത്തെ എന്താ പറയുക, പിന്നെ പുരാതനമായ പിന്നെ പല വസ്തുക്കളും കുറച്ചൊക്കെ കാണാൻ അവിടെയുണ്ട്. പഴയ രീതികളിൽ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജയിലുകളും മറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ നമ്മൾ ഏകദേശം കണ്ണൂർ കോട്ടയിലെല്ലാം കാണാറില്ല. അതുപോലെ തന്നെയാണ് ഏകദേശം എല്ലാം ഉള്ളത്. പക്ഷേ എന്താണ് അതിനെക്കാട്ടി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇതിൻ്റെ ടോപ്പ് കയറുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. അത് നിങ്ങൾക്കിപ്പം അടുത്ത് കാണും. എന്നുവെച്ചാൽ ശരിക്ക് എന്താ പറയുക, ബെസ്റ്റ് നല്ലൊരു പ്ലേസ് തന്നെയാണിത് കാണാൻ. നല്ല കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. നല്ല ഫോട്ടോ സെക്ഷൻ കൂടിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ പോയത് രാവിലെയല്ല, ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴെന്താ നല്ലൊരു ചൂടായതുകൊണ്ട് നല്ല വെയിലും നമ്മളെല്ലാം കറങ്ങി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കയറ്റം കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ടയേർഡായി പോകും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇവിടെ വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ നല്ല ലൈറ്റിങ്ങും ഇതെല്ലാം കാണാൻ പറ്റും. പക്ഷേ പകൽ വന്നാലുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സീനറികൾ കാണാം. അതാണ് ഏറ്റവും നല്ല ഇവിടുത്തെ സീനറി. വെച്ചാൽ പുറത്തേക്ക് കോട്ടൻ്റെ ടോപ്പ് കയറി നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി സീനറികൾ കാണാൻ പറ്റും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല അടിപൊളി സീനറികൾ തന്നെ കാണാൻ പറ്റും. എന്നുവെച്ചാൽ ബഹലയുടെ മൊത്തം റൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലത്തെ നല്ല സീനറികൾ ഇതാ നമ്മൾ അതിൻ്റെ പകുതിയിലേക്ക് കയറിയിട്ടുള്ളൂ. ഇനി അവിടെ നിന്നും മുകളിലേക്ക് കയറി പോകാറുണ്ട്. അതുപോലെ തന്നെ കുറേ ഗുഹകൾ വെച്ചാൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന രീതിക്കുള്ളതും ഒക്കെ ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പഴയ കാലത്ത് പിന്നെ ഇവിടെ താമസിച്ചവരുടെ പിന്നെ ഓരോ ബെഡ്റൂമുകളും അങ്ങനത്തെ അതിലെ വറകളും ഒക്കെ നമുക്ക് വളരെ നല്ല രീതിക്ക് കാണാൻ പറ്റും. ഫുൾ ഓപ്പണാണ്. നല്ല ഇത് കണ്ടോ. പിന്നെ അവിടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ പഴയ കാലത്ത് വിളക്ക് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി വെച്ച ഇത്
പിന്നെ കിണർ പണ്ടത്തെ കിണറുകൾ എല്ലാം കിണറുകളിലൊക്കെ നല്ല സേഫായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാവുന്നേ ഉള്ളൂ. ഇത് വിളക്ക് കത്തിച്ച് വെക്കുന്ന ആ ടൈപ്പാണെന്ന് വെച്ചാൽ ലൈറ്റിന് വേണ്ടിയിട്ട്. പഴയ കാലത്ത് വൈദ്യുതി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിച്ച് വെക്കാൻ പറ്റിയത്. കുറേ അറകൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് തോന്നില്ല, കാരണം അത്രയ്ക്ക് കാണാനുണ്ട്. ആക്ച്വലി 1, 2, 4 സെക്ഷനായിട്ട് ഈ ബഹലേൻ്റെ ഉള്ളിലുണ്ട്. നമ്മളെ ഹുസൈൻ അബ്ദുള്ളയിൽ കാണുന്ന പോലത്തെ പഴയ കിളിക്കൂട്, അതുപോലെ തന്നെ അവിടെ കുറച്ച് പിന്നെ പഴയ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെ കുറച്ച് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് അവിടെയുണ്ട് ഇപ്പോഴും. നമുക്ക് പഴയ പാത്രങ്ങൾ അങ്ങനത്തെ വാങ്ങാൻ പറ്റുന്ന ചിത്രങ്ങൾ ഒക്കെ പെയിൻറ്റിങ് ഒക്കെ വാങ്ങാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ പോയപ്പോൾ. കറങ്ങി അതിനിടയിലാണ് ഐറക്കുട്ടിയാണെങ്കിൽ നിലത്തിറങ്ങാൻ വേണ്ടി വാശി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. പൊടിയൊക്കെ ആയതുകൊണ്ട് നമ്മളധികം അവിടെ നിലത്തിറങ്ങാൻ വേണ്ടി നോക്കിയിട്ടില്ല. എന്നാലും പക്ഷെ അവൾ വാശി പിടിച്ചപ്പോൾ നമുക്ക് ഇറക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടുണ്ട്. മെയിനായിട്ട് നല്ല വെയിലായിരുന്നു. ആ വെയിൽ ചൂട് കൊണ്ടാണ് കൂടുതലും നമുക്ക് അവിടെ നിൽക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ വെയിൽ കാരണം പിന്നെയും നമ്മൾ കുറച്ച് വേഗം പുറത്തിറങ്ങാൻ വേണ്ടി മാക്സിമം ഏരിയാസ് കവർ ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കി. കണ്ട നല്ല ഏകദേശം 11 മണി 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്ക് നല്ല വെളിച്ചവും. ഇത് പഴയ നമ്മളെ ലൈറ്റ് ഹൗസിലും പോലത്തെ സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. 4 പാർട്ടായിട്ടാണുള്ളത്. കുറേ വിദേശികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. മിക്കവാറും നമ്മളെന്താ ഫോറിനേഴ്സാണ് അധികം ഉള്ളത്. അതുപോലെ തന്നെ സ്വദേശികളും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അധികം ആൾക്കാർ വരുന്നുണ്ട്, സ്വദേശികളും വിദേശികളായിട്ട് കുറേ ആൾക്കാർ അവിടെ വരുന്നുണ്ട്. എന്താ കണ്ടില്ലേ, നല്ല വെയിലാണ്. ഇതിൻ്റെ ഇടയിലാണ് ആരെക്കൂട്ടിയാണെങ്കിൽ നിലത്തിറങ്ങാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചിതാ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും ഇറക്കേണ്ട വന്നാൽ ഇതാ നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് ഇവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ നല്ല ടോപ്പിലേക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ റിസ്കി ആണ്, വളരെ ശ്രദ്ധിച്ച് വേണം സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടിയിട്ട്. ഇത് അവസാനം നമ്മളിതാ അവളെ ഇറക്കി. അതാ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഐറക്കുട്ടി. നല്ലൊരു വ്യൂസ് തന്നെ അവിടെ നമുക്ക് കാണാനുണ്ട്. ഓരോരോ വിൻഡോയില് നമ്മൾ പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഓരോരോ നല്ല സീനറി ആയിട്ടുള്ള വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ട്രഡീഷണൽ ആയിട്ടുള്ള ബ്യൂട്ടിയും നമുക്കിവിടെ കാണാൻ പറ്റും. ബഹല എന്ന നാടിൻ്റെ വളരെ സുന്ദരമായ സീനറി കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറിയാൽ കാണാൻ പറ്റും. അതായത് നമ്മുടെ നിന്ന് കയ്യിൽ നിന്ന് ഇളകി നടന്ന് അവക്കൊറ്റയ്ക്ക് നടക്കണം എന്നുള്ള വാശിയോടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കാണെങ്കിൽ പേടി, ആ വെയിലുമാണ്. അവൾ കാക്ക് ഇത് വിട്ടിട്ടില്ല, അപ്പോൾ അവ കുറച്ച് നടക്കുമ്പോൾ തന്നെ ക്ഷീണിച്ച് പോയി. ഇതാണ് അടുത്ത സെക്ഷൻ. നിലത്തിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ പോക്കിരി കുഞ്ഞി മാക്സിമം വാശി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നടന്ന് അടുത്ത ബ്ലോക്കിലേക്ക് പോയി. അതിൽ ഓരോ ബ്ലോക്കിലും ഓരോ സെറ്റപ്പാണ് വെച്ചാൽ സൈനികർക്കും പിന്നെ അവിടുത്തെ ഓരോരോ ആൾക്കാർ നിന്നതും നല്ല സെറ്റപ്പാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല ചൂടുണ്ട് പ്രത്യേകിച്ച്. ഇതാ അവിടുത്തെ പഴയ മാർക്കിങ്ങും വെച്ചാൽ വരച്ചത് ചിത്രപ്പണികളെല്ലാം കാണാൻ പറ്റും. അത് ഇവിടെ ഗ്ലാസ് കൊണ്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്, ആരും തൊടാതിരിക്കാൻ വേണ്ടിയിട്ട്. പഴയ നമ്മൾ ചുമരിൻ്റെ എല്ലാം വരച്ച് വെക്കുന്ന പോലത്തെ സെറ്റപ്പാണ്. ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സെറ്റപ്പാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഉണ്ടാക്കിയ നിർമ്മിതിയില്ലേ വെച്ചാൽ
എന്താ പറയുക, നമ്മുടെ പിന്നെ എന്താ സിമെൻറ്റും അതൊന്നും ഇല്ലാത്ത കാലത്തും ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചില്ലേ എന്നുള്ളത് ശരിക്കൊരു അത്ഭുതം തന്നെയാണ്. രാത്രിക്ക് വരുമ്പോൾ ഇവിടെ ലൈറ്റിങ് സെറ്റപ്പെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. എന്താ പഴയ ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ്, ചില ബിൽഡിങ് മെറ്റീരിയൽസിൻ്റെ അവശിഷ്ടങ്ങളാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്നാലും കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്തെത്തിയ പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. സ്റ്റെപ്പുകൾ കയറിയും ഇറങ്ങിയും കൊണ്ട് ക്ഷീണം പിടിക്കുന്നുണ്ടെങ്കിലും ആ കാണാനുള്ള നമുക്ക് ആവേശം കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കലായി തോന്നും നമുക്കിവിടെ. ആ ഒരു ക്ഷീണം നമ്മൾ അറിയില്ല. അതിൻ്റെ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസ് പോലെ ടോപ്പിലേക്ക് കയറി പോകാൻ പറ്റും. എന്നെ പിന്തുടർന്നുകൊണ്ട് ഇതാ പോക്കരിയും കയറാൻ നോക്കുന്നുണ്ട്. ചില മുകളിൽ കയറുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ചവടും വാശി പിടിക്കുന്നതുകൊണ്ട് ഞാൻ അധികം ടോപ്പ് വെറുതെ ചുമ്മാ കയറി നിന്നിട്ടും സീനറി കാണാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് പതിയെ താഴോട്ടേക്ക് ഇറങ്ങി. പഴയ അവിടുത്തെ ജയിലറിയാണ് ഈ കാണുന്നത്. ഫുള്ള് ഇരുട്ടാണ്, അത് അടച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാ ഓരോ കിളിവാതിലിലൂടെ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ വീക്ഷിക്കാൻ പറ്റും. നല്ല പ്രകൃതിയുടെ മനോഹാരിത നമുക്കതിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് പോകുന്നു. ഓരോ റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ചെറിയ ചെറിയ റൂമുകളായി കാണാൻ പറ്റും. ജനൽ ഇതിൽ കാണാനുള്ള ജനലിൻ്റെ ഒരു ഇതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. പഴയ എന്താ പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ വലിയൊരു വീതിയും, പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ അതൊരു ത്രികോണ ഷേപ്പിലേക്ക് മാറിക്കൊണ്ട് വന്ന് സെറ്റപ്പാണ്. ഇതങ്ങനെ നമ്മളതിൻ്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ബിൽഡിങ്ങിൻ്റെ നല്ലൊരു വ്യൂ തന്നെയാണ്. നോക്കൂ, ആ ബഹലയുടെ ഏകദേശം നല്ലൊരു വ്യൂ ഇവിടെ കാണാൻ പറ്റും. ഇത് അടുത്ത ഒരു ടെറസിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പഴയ മെത്തേഡാണിത്. ഇത് റിസ്ക് ആയതുകൊണ്ട് നമ്മളാരും അങ്ങനെ കയറാൻ വേണ്ടി നിന്നിട്ടില്ല. ഇതാ നോക്കിയേ, നല്ലൊരു വ്യൂ, അതിൻ്റെ ടോപ്പ് നല്ലൊരു വ്യൂ ആണ്. ബഹല ഫുള്ളായിട്ട് നമുക്കങ്ങനെ കാണാൻ പറ്റുന്ന വിധത്തിൽ, ഫുള്ളായി കാണാനല്ല എന്നാലും അവിടുത്തെ നല്ല പ്രകൃതി മനോഹാരിത നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ടോപ്പ് വ്യൂ ആണ് അവിടുത്തെ കോട്ടയിൽ പോയി കഴിഞ്ഞാലുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ആ ആകാശത്ത് കണ്ടില്ല, ആകാശത്തെ മേഘങ്ങൾ കൊണ്ടുള്ള നല്ലൊരു മേഘങ്ങളെ ഒരു ഇതായി കാണുമ്പോൾ നല്ല എന്താ ഞാൻ പറയാം, ശരിക്ക് വീഡിയോ കാണുന്ന പോലെയല്ല, നിങ്ങൾ ശരിക്കും അവിടെ പോയി തന്നെ ആസ്വദിക്കേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ. നല്ല സെറ്റപ്പാണ്. അപ്പോൾ പോക്കിരി അയർക്കുട്ടികളെ നടന്ന് വരാമെന്നുള്ള വാശി പിടിച്ചുകൊണ്ട് നമ്മളെ കയ്യും പിടിച്ച് നടക്കുകയാണ്. ഇങ്ങനെ പോകുന്നതോളം ഓരോ റൂമിൽ കയറുന്നതോറും അതുപോലെ തന്നെ ചില റൂമുകൾ വളരെ ഇടുങ്ങിയതാണ്. ഹൈറ്റിലുള്ളവർ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അത് എന്താ നല്ലൊരു ഫോട്ടോ സെക്ഷന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വേറെ ഏതോ ഒരു രാജ്യത്തെ പറ്റിയ പോലത്തെ ഒരു യൂറോപ്യൻ കൺട്രികളിലെല്ലാം പോയ പോലത്തെ ഒരു ഫീല് നമുക്കിവിടെ അനുഭവപ്പെടുന്നതായിരിക്കും. കുട്ടി ഒറ്റക്ക് സ്റ്റെപ്പ് കയറി പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. നോക്കൂ, നല്ല അടിപൊളി സീനറി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കുറേ അവിടെ ഇരുന്ന് കുറച്ച് സമയം നമ്മൾ ക്ഷീണിച്ചതുകൊണ്ട് അയറുക്കുട്ടി അവിടെ നല്ല കളിക്കാൻ പോയി. അയറുവിന് നല്ല സ്പേസിൽ കളിക്കാൻ പറ്റുന്നതായതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവളെ വെറുതെ ഫ്രീ ആയി വിട്ടു. അപ്പോൾ അവൾ കുറച്ച് സമയം അവൾ കളിക്കട്ടെ, നമ്മൾ കുറച്ച് സമയം റിലാക്സ് ചെയ്യാന്നുള്ള രീതിക്ക് അവിടെ നിൽക്കുകയായിരുന്നു. വീണ്ടും കുറച്ച് റിലാക്സിന് ശേഷം വീണ്ടും നമ്മളത് അടുത്ത ടോപ്പിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനുള്ളതുണ്ട്. ശരീരം മൊത്തത്തിലൊന്ന്
ഇളകി കിട്ടുമെന്നേ ഞാൻ പറയും. വെച്ചാൽ കുറച്ച് നടക്കാനും ഒന്നും ബുദ്ധിമുട്ടുള്ളവരെല്ലാം വന്നു കഴിഞ്ഞാൽ ശരീരം ശരിക്ക് ഇളകി കിട്ടുന്നത് തന്നെയായിരിക്കും. എന്താ നമ്മളടുത്ത ഒരു ടോപ്പിലെത്തി. എന്താ അങ്ങനെ ഏറ്റവും ടോപ്പിലത്തെ വ്യൂവും കൂടി കണ്ട് നമ്മൾ അവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ കോട്ടയിൽ നിന്ന് പോക്കായി. അപ്പോൾ സൈനിങ് ഓഫ് ടു ചക്കു ചാനൽസ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.